നമ്മുടെ മത്തിക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് 1/2 കിലോ. അതിലേക്കായിട്ട് ഒരു 4 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. പുളി അത്യാവശ്യം ഉള്ളതാണ് ഈ ഒരു തേങ്ങ അരച്ച മത്തിക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ 2 പീസ് ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് ഉള്ളി, ഒരു 4 പച്ചമുളക്, പിന്നെ 3/4 കപ്പ് തേങ്ങ. 1/2 കിലോ മത്തിയാകുമ്പോൾ 3/4 കപ്പ് തേങ്ങ എടുക്കുക. ആദ്യം നമുക്ക് ഈ മത്തിയുടെ അരപ്പ് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ മത്തി റെഡിയാക്കി എടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മീൻ ചേർക്കുന്നത്. അപ്പോൾ അരപ്പിലേക്കായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിലേക്ക് നമ്മുടെ അരപ്പിന് കൊഴുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവും. ഈ കറിയുടെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക കേട്ടോ. നമ്മുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. അത്യാവശ്യം കുറച്ചധികം വെള്ളം ചേർക്കുന്നുണ്ട് ഞാൻ. ഇതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ മീനൊന്ന് കുക്കായി വരാനായിട്ട്. ഇതിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്തു. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളിയാണ്. ഇതിട്ട് കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിനെ ഒന്ന് നന്നായിട്ട് തിളച്ചു വരണം. അതിനുശേഷമാണ് നമ്മൾ മീനൊക്കെ ചേർക്കുള്ളൂ. ഇപ്പോൾ തന്നെ മീൻ ചേർത്തിട്ടുണ്ടെങ്കിൽ അരപ്പ് തിളച്ച് അരപ്പിൻ്റെ ഉപ്പും എരിവൊക്കെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ എരിവ് കുറവാണെങ്കിൽ അരപ്പ് തിളച്ച് വരുമ്പോൾ 2 പച്ചമുളകും കൂടി സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കറക്റ്റ് ചെയ്യുക. പുളി കുറവാണെങ്കിൽ പുളിയും ഇട്ട് കൊടുത്ത് അരപ്പ് തിളച്ച് എല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഉപ്പും എരിവും ഒക്കെ. ഞാൻ ഫ്ലെയിം കുറയ്ക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇനി കറി റെഡിയാക്കുന്നത്. പുളിയൊക്കെ കറക്റ്റാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. എരിവും കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ അരപ്പൊന്ന് ഒരു 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയി. നമുക്കിതിലേക്ക് നമ്മൾ നീറ്റാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം. പിന്നെ മീനൊന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയായി വരും. ഇപ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല. കറി ഒന്ന് പകുതി കുക്കായി, മീനൊക്കെ കുക്കായി വന്നിട്ടേ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുള്ളൂ. അപ്പോൾ ആദ്യം തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം ഫ്ലെയിം കുറയ്ക്കുക. മീൻ ചേർത്തിട്ട് ഉടനെ ഇളക്കി കൊടുത്താൽ പൊടിഞ്ഞു പോവില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് മീനൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ പതുക്കെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടൊരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കിതിലേക്കൊരു 2 പിഞ്ച് ഉലുവപ്പൊടി ചേർക്കാം. ഈ ഉലുവപ്പൊടി ചേർത്താലേ മീൻ കറി പെർഫെക്റ്റ് ആവുള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ. ഈ മീൻ കറിയിൽ നമ്മൾ തേങ്ങ അരച്ചതിൽ നിന്നുള്ള തേങ്ങയിൽ നിന്നുള്ള എണ്ണയൊക്കെ ഉണ്ട്. എങ്കിലും ഈ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ കറി ഉപയോഗിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മീൻ കറി ആണെങ്കിലും, ഇപ്പോൾ ഈ മത്തിക്കറി എന്നല്ല, ഏത് മീൻ കറി ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ
കറക്റ്റ് ആയിരിക്കില്ല. എരിവും പുളിയും ഉപ്പും ഒന്നും നമ്മുടെ മീനിലേക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടാവില്ല. 2 മണിക്കൂർ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് എരിവും പുളിയും ഉപ്പുമൊക്കെ പിടിക്കും. അത് ഈ മത്തിക്കറിയിൽ ചില മീനുകൾ നമ്മൾ തലേ ദിവസം വറ്റിച്ച് വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പിറ്റേ ദിവസം ചെയ്യുന്നതാണ്. ഈ രീതിയിൽ മീൻ കറി ഉണ്ടാക്കുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. ഉടനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ നന്നായിട്ട് ടേസ്റ്റോടുകൂടി കറി കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഇത് അടച്ചു വെക്കട്ടെ. കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ വൈകുന്നേരം എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ രാവിലെ കറി റെഡിയാക്കിയിട്ട് വൈകിട്ട് ചോറിനോ ഇല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.